മുരമ്പം പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും വയനാട് വന്നപ്പോഴും ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നടത്തിയപ്പോൾ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ആ സന്ധ്യവാര്യർ പോയി, മാത്രമല്ല കൂടുതൽ കൗൺസിലർമാർ വരാനുണ്ടെന്ന് പറയുന്നു. ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ BJP എന്തുകൊണ്ടാണ് ഡേഞ്ചർ സോണിലേക്ക് എത്തി നിൽക്കുന്നത്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ BJP പ്രത്യേകിച്ച് ഒരു ഡേഞ്ചർ സോണും ഇല്ല, ഭയങ്കര സേഫ് സോണാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ധാർമ്മിക രാഷ്ട്രീയവുമുണ്ട്, അധികാര രാഷ്ട്രീയവുമുണ്ട്. അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ? സുധം പോലെ കൈകാര്യം ചെയ്യുമ്പോൾ ധാർമ്മികത രാഷ്ട്രീയത്തിൽ അധികാര രാഷ്ട്രീയം മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ശൈലിയുമുണ്ട്. സ്വാഭാവികമായിട്ട് ചില ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പൊളിറ്റിക്കലി ഗുണം താല്പര്യം അവർക്കുണ്ടാവും. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ? അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടും. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, ഭാര്യാസുഖേ പരമസുഖേ, ഭാര്യാഗ്രഹേ പരമസുഖേ, 8 നാൾ കഴിഞ്ഞാൽ പട്ടിക്ക് സമേ എന്ന് പറയപ്പെടുന്ന പോലെയാണ് ഇവരുടെയൊക്കെ യാത്ര എന്ന് പറയപ്പെടുന്നത്. പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയില്ലേ? ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും BJPയുടെയും നിഷ്പക്ഷരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. നിങ്ങളോട് ഞാൻ കൃത്യമായി ചോദിച്ചോട്ടെ, ഇത്ര കാലമായി BJPയുടെ ആശയാദർശങ്ങളെ കൃത്യമായി കൊണ്ട് നിങ്ങളെ നഖശിഖാന്തം എതിർത്ത ഒരാൾക്ക് 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ശുദ്ധരായി തോന്നി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ പാലക്കാടിലെ? കൂന്തിരെ പോലെ നിറം മാറുന്ന അമ്മാമ. സംഘടനയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് സംഘടന വേണ്ട, കഴിഞ്ഞില്ലേ? അടുത്ത കാലത്ത് വരെ BJPയിലേക്ക് കോൺഗ്രസ്സുകാരുടെയും തൃണമൂൽ കോൺഗ്രസ് ഒഴുക്കായിരുന്നില്ലേ? അവരും അത്തരത്തിൽ BJP വിമർശിക്കുന്ന ആൾക്കാരല്ലേ? സ്വാഭാവികമായിട്ട് 2 കാര്യം ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു. ധാർമ്മികമായിട്ടുള്ളതും അധികാരപരമായിട്ടുള്ള 2 രാഷ്ട്രീയ ശൈലികളുണ്ട് കാശ്മീർ. അതില് വലിയ കാര്യമൊന്നുമില്ല. CPIയിലേക്ക് പോയി, CPMലേക്ക് പോയി, ഇവിടേക്ക് പോയി, അവിടേക്ക് പോയി, നടന്ന് എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് പറയപ്പെടുന്നത്? എനിക്ക് കസാര വേണമെന്നുള്ളതാണ്. എങ്ങനെ വിടും മുതലാളി? സ്വന്തം ജീവിതം പോലും മറന്ന് ആകെ കൂടി ഉണ്ടായിരുന്ന ഭാര്യ ഉപേക്ഷിച്ചിട്ട് പാർട്ടിയുടെ പുറകെ നിന്നിട്ട് അവസാനം ഒരു സീറ്റിന്റെ പ്രശ്നം വന്നപ്പോ വിശ്വംബരം പുറത്തായി. എന്റെ സുഖത്തിനും എന്റെ സൗകര്യത്തിനും എന്റെ താല്പര്യത്തിനും എന്റെ മോഹങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിന്ന് തന്നില്ലെങ്കിൽ മറ്റത് സ്നേഹക്കടയായി തോന്നും. ഇപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ സ്നേഹം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട്. ആണോ? അനുഭവമുള്ളവര് പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അംശം അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ സ്നേഹം ഇവർ കൊടുക്കുമെങ്കിൽ അവിടുത്തെ തേനിലാവും, അവിടുത്തെ കപ്പലണ്ടി മിഠായും അദ്ദേഹത്തിന് സമൃദ്ധിയായി കൊടുക്കും. ജനസംസാരം അങ്ങനെയാ. ഇത് KS രാധാകൃഷ്ണനോടും പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും താങ്കൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് ഞാനൊന്ന് പറയാം. AP അബ്ദുൽകുട്ടി BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. AP അബ്ദുൽകുട്ടീനെ ദേശീയ വൈസ് പ്രസിഡന്റ്. അതെ, എനിക്ക് പരിചയമില്ല. അപ്പൊ ദിനം ഇട്ട് കഴിഞ്ഞാൽ എന്ത് സമാനം അല്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു? നമ്മളിടുമ്പോ വള്ളിക്കളസം. റൊഡാലിയോ മുട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മുട്ടയടിപ്പിച്ചപ്പോ മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിപ്പോകുന്ന ശൈലിയും ഈ ഇന്നലെ നിങ്ങളടക്കം പല കാര്യങ്ങളിലും ഇന്നലെ വിമർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? പെട്ടെന്നുള്ള ഒരു മാറ്റത്തിൽ നിങ്ങൾക്കും അസ്വാഭാവികത ഉണ്ടായതുകൊണ്ടല്ലേ? എന്താ നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കാനാ? സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടോ, സന്ദീപ് കോൺഗ്രസ് BJP വിട്ടതുകൊണ്ടോ പാലക്കാടിന് ഒന്നും ഒരു അടിസ്ഥാന വികസനം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഷാനിപ്പും അതേപോലെ സരിനും പോയ സമയത്തും നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇതൊക്കെയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ. പിഴവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനി ഒരു ദിവസം ഇവിടത്തെ കൃത്യമായിട്ട് ഈ കൂടി നിന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്ന സ്വാഭാവികം. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം, അവരുടെ മക്കൾക്ക് ഒരു അക്കാഡമിക് സിറ്റി വേണം, അവർക്ക് കൃത്യമായ ഒരു തൊഴിലുണ്ടാകണം, അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നാലും പരിഹരിക്കപ്പെടണം. നീ ചുമ്മാ ഒരു തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പ്രയാസങ്ങളില്ലാതെ കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവണം. അതിൽ കണ്ണാടിയും പിരായിരിയും മാത്തൂരും പാലക്കാടും എല്ലാം കൃത്യമായി കൊണ്ട് അവരുടെ ജീവിത മാർഗത്തെ കൈകാര്യം ചെയ്യുന്ന പ്രതിസന്ധികളെ ആണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത്, തരണം ചെയ്യുന്ന. ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പിന്നെ. അല്ല, കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് SDPI ഹരിതസേന ഏതോ PFI നേതാക്കളെ കാണാൻ പോയി എന്നൊക്കെയാ പറയുന്നത്. അല്ലെ, അവർ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യെങ്കിൽ കെ സുരേന്ദ്രൻ പറയേണ്ടത്. നാണം കെടുത്താനായിട്ട് തിരിച്ചിരിക്കുകയാണ്.
കൺഫ്യൂഷൻ വേണ്ട, തുറന്നു പറയാം. ഈ തെരഞ്ഞെടുപ്പിന്റെയാണല്ലോ അടർക്കളം. ആ ഉറപ്പായും, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനവും ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ എന്തെല്ലാം കേന്ദ്ര പദ്ധതികൾ കൈപ്പിടിച്ച് കൊണ്ടുവരുമെന്നുള്ളതല്ലേ. പിന്നെ അല്ലേ സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രൻ രാഷ്ട്രീയം പറയണ്ടേ? സുരേന്ദ്രൻ ഇവിടെ പൊതു രാഷ്ട്രീയം പറയണ്ടേ? അവിടെ മതതീവ്രവാദ ശക്തികളുടെ കൂട്ടായ്മകൾ ഇവർ മേടിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ പറയണ്ടേ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. വീട്ടിലേക്കുള്ള വഴിയറിയാം, ഭാര്യ വീട്ടിലേക്കുള്ള വഴിയറിയാം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മടിയിലിട്ട് മുലയൂട്ടി കുടിക്കുമ്പോൾ അതാണ് ശരിയെന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? നീ കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു. ഇതിനെന്തോന്ന് പാലിക്കാൻ? നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബില്ല്, ആ വഖഫ് ബില്ല് നടപ്പിലായാൽ മുനമ്പത്തെ ആളുകൾക്ക് വീട് കിട്ടുമെന്നാണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. വഖഫ് നിയമത്തിന്റെ ഭാഗത്ത് ഞാൻ ഒറ്റ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം, ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് യാഥാർത്ഥ്യമായാൽ മുനമ്പത്തെ വിഷയം തീരുമോ ഇല്ലയോ? പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചു? വഖഫുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും മുനമ്പം പോലെയുള്ള, വയനാട് പോലെയുള്ള, ചേലക്കരയിലെ മോസ്ക് അടക്കമുള്ള ഈ പാലക്കാടിനകത്തും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ. പാലക്കാടിനകത്ത് നിരവധി സ്ഥലങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? പാലക്കാട് ഒറ്റ സ്ഥലമില്ല. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. പാലക്കാട് ഒറ്റ സ്ഥലവും വഖഫ് ലിസ്റ്റ് ഇല്ല. ഞാൻ വല്ലതും പറഞ്ഞ അധികമായി പോയെന്ന് കൊച്ചമ്മ പറയരുത്. മുനമ്പം പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും വയനാട് വന്നപ്പോഴും ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നടത്തിയപ്പോൾ പുറകെ ഞങ്ങളുണ്ട്. മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. മുനമ്പത്ത് പോയി അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്റെ അടുത്ത് വേല ഇറക്കല്ലേ, ഞാനും തിരിച്ചിറക്കുവേ. പാലക്കാട് ഒരു സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ? എന്ത് ചോദ്യ? പാലക്കാട് വന്ന് ആരോട് വേണോ ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് പറഞ്ഞു തരും. കള്ളം പറയരുത്, കള്ളം പറയരുത്, മുഖത്തോക്കി കള്ളം പറയരുത്. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് അപ്പുണ്ണി മാഷ് വിചാരിക്കണ്ട. വ്യക്തമായ ബോധ്യമുള്ള ആര് പറഞ്ഞു? എനിക്ക് വ്യക്തമായി സ്ഥലം പറയൂ. നിങ്ങളുടെ കയ്യിൽ വെച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ല? സർക്കാർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുറെ നേരമായില്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്ക്. BJP ശബരിമല പോലെ സുവർണാവസരം കണ്ടുവല്ലേ? ഒരു പണി നടക്കൂല. മുനമ്പത്ത് നിങ്ങൾ ഒരു പണി നടക്കൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. വേണ്ട വെച്ചമ്മി വേണ്ട. അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ? ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി വെടിവെക്കുന്ന നിന്റെ പരിപാടി നിർത്തിക്കോളൂ. നരേന്ദ്രമോദി ഈ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വിഷയത്തിന് ഞാനൊന്ന് പറയാം. സംസാരിക്കണ്ടെന്ന് പോടോ. ഒന്നും പറയാൻ പാടില്ല. UDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ സമരം ചെയ്തത് ആദ്യമായി ആ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാ. ഇതൊക്കെ വിശ്വസിക്കൂ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. എറണാകുളം DCC ഒറ്റ കാര്യം ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്. വേറൊന്നുമല്ല, വർഗീയത. ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലായിട്ട് ഇവിടുത്തെ 3 രാഷ്ട്രീയ പാർട്ടിക്കാര് പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ലാതെ ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ഈ അവസാന ലാപ്പിലെങ്കിലും നിങ്ങൾ 3 പാർട്ടിക്കാരും ഈ നാട്ടില് ഈ നാടിന് വേണ്ടി കാര്യമുള്ള കാര്യങ്ങൾ പറയണം. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. 2 നേതാക്കന്മാര്